ഹലോ. ഏതായാലും പരിപാടികളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വളരെ സന്തോഷം. നമ്മുടെ കൂട്ടായ്മയുടെ ആവശ്യവും പ്രയോജനവും എന്താണെന്നുള്ളത് നമ്മൾ ഈ 4-5 ആഴ്ചകളായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾ തീരെ കുഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സേറുന്ന വലിയച്ഛന്മാരും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിരുന്നത് നന്നായിട്ട് കൂടി. അതിന് അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ വികാരി അച്ഛനോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ. അച്ഛനിതിന്റെ ഉത്സാഹം എടുത്തു കഴിഞ്ഞപ്പോൾ എത്രമാത്രം വിജയിക്കുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി ഇത് ഏറ്റെടുത്തു. എല്ലാവരും ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരും ഞങ്ങൾക്ക് അതിനകത്ത് വികാരിച്ചോട് ഞങ്ങളുടെ എല്ലാവരും പേരിലുള്ള നന്ദി ഞാൻ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. അതൊരു സന്തോഷം. എപ്പോഴും ചിരിച്ച് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു ഞങ്ങളുടെ കൊച്ചച്ഛനും ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങൾ പ്രാക്ടീസിന് വരുമ്പോൾ അവിടെ എല്ലാം വന്ന് ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കഴിയുന്ന കൊച്ചച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി. പിന്നെ അമൽ ബ്രദർ പറഞ്ഞ നല്ല വാക്കുകൾക്ക് സ്പെഷ്യൽ നന്ദി. ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് ആ വാക്കുകൾ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ്. അടുത്ത കൊല്ലം ഞങ്ങൾ ഇതിലും ഭംഗിയായി ഞങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുവരും. ശരിക്കും ഒരുപാട് സന്തോഷമാണ് ബ്രദറിന്റെ വാക്കുകൾക്ക്. പിന്നെ നന്ദി പറയേണ്ടത് ശരിക്കും റെനിക്കാണ്. റെനിയുടെ ജോലിയുടെ ഇടയ്ക്ക് വളരെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് റെനി. അതിനു വേണ്ടിയിട്ട് റെനിയുടെ അമ്മ, റെനിയുടെ മക്കള് എല്ലാവരും, റെനിയുടെ പെങ്ങളുടെ ഭർത്താവ് സോജി, റീന, അവരുടെ മോന് എല്ലാവരും അവരുടെ അദൃശ്യ സാന്നിധ്യമായിരുന്നു. പക്ഷെ അത് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും അറിഞ്ഞു. നാടകത്തിനും ഞങ്ങളുടെ ഡാൻസിനും ഓരോ കാര്യങ്ങൾക്കും അവരുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിനും അവർക്ക് എല്ലാവർക്കും. റെനി ഇതിനെടുത്ത എഫേർട്ട് ചെറുതല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം നന്ദി റെനിക്കും റെനിയുടെ കുടുംബത്തിനും. പിന്നെ നന്ദി പറയുന്നത് ഞങ്ങളുടെ ശാലോം മഠത്തിലെയും എല്ലാം നമ്മുടെ കോൺവെന്റിലെയും മദർമാരാണ്. അതായത് സിസ്റ്റർ കാതറിനും സിസ്റ്റർ ആൻസും. അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാതിരിക്കാൻ വയ്യ. ശാലോമിലെ 3 സിസ്റ്റേഴ്സ്, സിസ്റ്റർ റാണി, സിസ്റ്റർ ജാസ്മിൻ, സിസ്റ്റർ സ്മിത, ഇവര് 3 പേരും ഞങ്ങളുടെ പ്രാക്ടീസിനും ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം അവരുടെ എല്ലാ സപ്പോർട്ടും സഹായവും ഞങ്ങൾക്കുണ്ടായിരുന്നു. അവര് ഞങ്ങളെ വളരെ ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിന് അവർക്ക് 3 പേർക്ക് ഒരുപാട് നന്ദി. പിന്നെ കേരളത്തിലെ ഹെഡ് മിസ്സസ്, ഞങ്ങൾ അവിടെയാണ് പ്രാക്ടീസ് ചെയ്തത്. അവിടെ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾക്കുള്ള സകല സൗകര്യങ്ങളും ആ ക്ലാസ് റൂമുകളെല്ലാം തുറന്നു ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്ത സിസ്റ്റർ മരിയ സദാശിവൻ, ഒരുപാട് നന്ദി സിസ്റ്റർ. ഞങ്ങൾ എല്ലാവരെയും പേരുള്ള നന്ദി. പിന്നെ നന്ദി പറയുന്നത് ഞങ്ങളുടെ വാർഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ജോണി ചേട്ടൻ മടയാറ്റതറ, മേഴ്സി സണ്ണി മലയെ, അതിന് മുമ്പ് പറയുന്നുണ്ട് കൈക്കാരന്മാർ ഷൈനും പ്രിൻസും അനിലും. അവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാക്ടീസിൽ വരുമ്പോഴും എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്കും ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾക്ക്, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി. പിന്നെ മേഴ്സി സണ്ണി, വർഗീസ് പുള്ളിക്കത്തരത്തിൽ, അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളെ ജെട്ടി എന്ന സിസ്റ്റേഴ്സ് കൊടുത്തു പറഞ്ഞു. അവരെ ഞാൻ കണ്ടില്ല, എന്നാലും ഞാൻ അവരെ കണ്ടില്ലെങ്കിലും അവർക്കുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. പിന്നെ നന്ദി പറയുന്നത് കിഴക്കേയാറ്റാരിക്കൽ ഫാമിലിയാണ്. പാപ്പച്ചേട്ടനും സുശാല ചേച്ചി, ജോസി സോളമി, അവരുടെ വീട്ടിലാണ് ഞങ്ങൾ വൈകുന്നേരമുള്ള പ്രാക്ടീസും അവരുടെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി തന്ന അവരുടെ മുറി, ടെറസ് എല്ലാം ഞങ്ങൾക്ക് തന്നു. കുറേ ദിവസം ഞങ്ങൾ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ഒരു മുഖം കറുപ്പും കാണിക്കാതെ ഞങ്ങൾ എല്ലാ സഹായവും സഹകരണം ചെയ്തെന്ന് അവരുടെ ഫാമിലി, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ളതെന്ന് ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് നല്ല വെട്ടവും നല്ല വെളിച്ചവും തന്ന ജെയിംസ് തലയൊടിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മേക്കപ്പ് ചെയ്യാൻ വന്നത് എൻ്റെ നല്ല പകുതിയുടെ ജോയിച്ചേട്ടനും പിന്നെ കുറേ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്കും ജോയിച്ചേട്ടനും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ കർഷകന്റെ കാര്യം, പിന്നെ വാർഡിൽ നമ്മുടെ ഇവിടെ ഈ ക്ഷണം സ്വീകരിച്ച അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇതിൻ്റെ അംഗങ്ങളാണ്. ഞങ്ങളുടെ ക്ഷണം
പേരിലുള്ള നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ എല്ലാവർക്കും തരികയാണ്. ഒരു വിരുന്ന് പൂർത്തിയാകണമെങ്കിൽ അതിൻ്റെ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ പൂർത്തിയാകണമെങ്കിൽ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിരുന്ന് തന്നെയാണ്. നമ്മുടെ വികാരിച്ചയുടെ കാര്യത്തിൽ വളരെ വളരെ പോസിറ്റീവാണ്. എന്ത് കാര്യത്തിനും വിരുന്ന് കൊടുക്കാൻ അച്ഛന് ഭയങ്കര ഉത്സാഹമാണ്. ആ വിരുന്ന് എല്ലാവരും സ്വീകരിക്കണം. അച്ഛൻ്റെ പേരിൽ എല്ലാവരെയും വിരുന്നിന് ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും വിരുന്ന് കഴിച്ചിട്ടേ പോകാവുള്ളൂ. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾക്ക് സപ്പോർട്ട് തന്ന, സഹായം തന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയുടെ പ്രയോജനം, അല്ലെങ്കിൽ അതെല്ലാവരും എൻജോയ് ചെയ്തു. അടുത്ത വർഷം നമുക്ക് ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യണം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കൊച്ചു